വളച്ചാലോ? പക്ഷേ ഓടിക്കരുത്. വേഷം മാറി വരുന്ന ഏതെങ്കിലും രാജകുമാരിയാണോ ഇവൾ? ശരിയാണ്, പരീക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചതാവാനും സാധ്യതയുണ്ട്. ഹോ ഹോ, എന്തൊരു പ്രകാശം! അടുക്കുംതോറും സൂര്യനെ വെല്ലുന്ന പ്രകാശധാര. ഒരു കാര്യം, മയങ്ങി വീണേക്കരുത്. മറ്റൊരു കാര്യം, എന്നെ വെട്ടിച്ച് വശത്താക്കാൻ നോക്കണ്ട, പൊള്ളും. അതാ എത്തിക്കഴിഞ്ഞു, ഗൗരവത്തിൽ നിന്നോ. ഒരു പിടിയും കിട്ടുന്നില്ല. വെറുതെ പറയുന്നതാ. അടുക്കരുത്, അടുത്തേക്ക് വരരുത്. അടുക്കാനല്ലേ വന്നത്? ദയവായി കുഴപ്പത്തിലാക്കരുതേ. സംശയം വേണ്ട, ദേഹപരിശോധന നടത്തിക്കോളൂ. വേണ്ട വേണ്ട. എന്താണ് വേണ്ടത്? ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. തടസ്സം പറഞ്ഞില്ലല്ലോ. വിവരങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ ഏതു വംശക്കാരിയാണ്? ഞാനൊരു ഹെബ്രായ പുത്രിയാണ്. യഹൂദ വനിതയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ഞങ്ങൾ അഭയം തേടി പോന്നതാണ്. നിങ്ങളുടെ പ്രഭുവിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. കൺവെട്ടത്ത് കണ്ടാൽ അടിമകളാക്കും. ഞങ്ങളുടെ സങ്കടം സർവ്വസൈന്യാധിപനെ മുഖതാവിൽ കണ്ട് ബോധിപ്പിക്കും. യഹൂദരെ ഉപേക്ഷിച്ച് അവിടുന്ന് ഓടിപ്പോന്നതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അവരറിയാതെ പോന്നതാണ് ഞങ്ങൾ. പറഞ്ഞു കേട്ടത് സത്യമാണെങ്കിൽ അവിടുന്ന് സംരക്ഷിക്കും. സംരക്ഷണം ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ജനങ്ങളെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോന്നത്. എല്ലാ കാര്യങ്ങളും ഹോളോഫെർണസ് പ്രഭു തിരുമേനിയെ കണ്ട് ധരിപ്പിക്കും. വരൂ, പ്രഭു തിരുമേനിയുടെ കൊട്ടാരം കാട്ടിത്തരാം. യുവസുന്ദരി, നീ ഭാഗ്യവതിയാണ്. ഇവിടെ അഭയം പ്രാപിച്ചത് കൊണ്ട് ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി. നീ എന്നും സുരക്ഷിതയായിരിക്കും. എന്റെ ആൾക്കാരും സുരക്ഷിതരായിരിക്കണം പ്രഭോ. നാം ഒരു കാട്ടാളനല്ല. ഈ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയവും അതിലൽപ്പം മനസാക്ഷിയുമുണ്ട്. അവിടുത്തെ മുഖം കണ്ടപ്പോൾ ഈ എളിയവൾക്കത് ബോധ്യപ്പെട്ടു. ഈ നിമിഷം മുതൽ നീ മാത്രമാണ് നമ്മുടെ മനസ്സിൽ. ഒരപേക്ഷയുണ്ട്. കൽപ്പിക്കൂ, നാം സാധിച്ചു തരും. ആ ബോധ്യമാണ് ഈ കൂടാരത്തിൽ വരാൻ എനിക്ക് ധൈര്യം തന്നത്. ആഘോഷിക്കണം സുന്ദരി. സൽക്കരിക്കാൻ ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേയുമില്ല. നമ്മുടെ പാളയത്തിലേക്ക് പുറപ്പെടാം ഭവതി. ശ്രവിക്കു പ്രഭോ. എന്താണ്? 3 ദിവസം വ്രതമാണ്. 4-ാം നാൾ നമ്മോടൊപ്പം വരുമല്ലോ. വരും. 3 ദിവസത്തെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. തികയുമോ? നിശ്ചയമായും തികയും. പ്രഭാതത്തിൽ ദേവാലയത്തിൽ പോകാൻ അനുവദിക്കണം. അനുവദിച്ചിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും തടസ്സം പറഞ്ഞാലോ? എന്തിനീ സന്ദേഹം? നമ്മുടെ കൽപ്പനയല്ലേ, അത് പാലിക്കപ്പെടും. അറിയേണ്ടവർ അറിഞ്ഞാൽ മതി. നാം അറിയിച്ചു കൊള്ളാം. മറ്റെന്തെങ്കിലും ആവശ്യം? ഇല്ല. നന്മ നിറഞ്ഞ അവിടുത്തെ ഹൃദയത്തിന് മുൻപിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. ആരവിടെ? ഇവർക്കും കൂടെ വന്നിരിക്കുന്ന സഹായിക്കും താമസിക്കുവാൻ ഒരു കൂടാരം ഒരുക്കണം. 3 ദിവസം ഇവരവിടെ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ പുറത്തു പോകുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു. അത് നമ്മുടെ കൽപ്പനയാണ്. തർക്കമോ തടസ്സമോ പാടില്ല. വിവരം കാവൽക്കാരെ ധരിപ്പിക്കണം. കൂടെ പോയിക്കൊള്ളുക. ഈ സഹായം അനുഗ്രഹമാണ്. നന്ദിയോടെ സ്മരിക്കും. വരൂ.
തരുന്നതെന്തും മധുവാണ് പൊന്നെ. ദാസി, ഇത് ഇസ്രായേലിൻ ദൈവം തന്ന അവസരമാണ്. ദൈവമായ കർത്താവേ, കാത്തേക്കണേ. കഥ കടിച്ച് കുറ്റിയിട്ട് വേഗം വരൂ. ശക്തി സ്വരൂപ, ശക്തിയും ആത്മധൈര്യവും നീ ചൊരിയൂ. ഇസ്രായേലിന്റെ ദൈവമേ, നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ. വാളെവിടെ? തല പൊതിഞ്ഞെടുത്ത് സഞ്ചിയിലാക്കൂ. ഹോളോ ഫർണസിന്റെ തല പൊതിഞ്ഞെടുത്ത് സഞ്ചിയിലാക്കൂ. കിളികൾ ചിലക്കുന്നു. വേഗം സ്ഥലം വിടണം. വേഗം വിട്ടോ.